ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാനിന്ന് നിങ്ങളെ കുറച്ച് ബുക്സ് കാണിച്ചാൽ വിചാരിച്ചു. ഞാൻ പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, വായിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഒരിടയ്ക്ക് ഞാൻ ചുമ്മാ എന്തെങ്കിലും ഇങ്ങനെ എഴുതാനൊക്കെ നോക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു കോളേജൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് ആ ഒരു സംഭവം ഇട്ടു. പിന്നെ അങ്ങനെ വായിക്കാറില്ല, എഴുതാറില്ല, അങ്ങനെ ഒന്നും ചെയ്യാറില്ല. പിന്നെ നമ്മൾ ഫോണിലേക്ക് മാറി. പിന്നെ റീൽസ് അത് ഇത് അങ്ങനെ കുറേ സംഭവങ്ങളായിരുന്നു. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷം തൊട്ടിട്ടാണ് തോന്നുന്നു ഞാൻ റെസൊല്യൂഷൻ എടുത്തായിരുന്നു, ഇനി തൊട്ട് വായനയിൽ കുറച്ചിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. സോ അങ്ങനെ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. പിന്നെ ഇന്നിപ്പോൾ കുറേ ബുക്സൊക്കെ വായിക്കാൻ തുടങ്ങി, വായിച്ചു. പിന്നെ ഇപ്പം വീണ്ടും കുറച്ചിട്ട് മടിയായിട്ട് ഇപ്പം ഞാൻ അധികം അങ്ങനെ ബുക്കിലേക്ക് കുറേ നേരം ഇൻവെസ്റ്റ് ചെയ്യാറില്ല. പക്ഷേ കുറച്ച് ബുക്സ് ഇരിപ്പുണ്ട്. അത് ജസ്റ്റ് നിങ്ങൾ കാണിച്ചിട്ടാണ് വിചാരിച്ചു. പിന്നെ കുറച്ച് എനിക്ക് ഭയങ്കര കളക്ഷൻസ് ഒന്നുമില്ല. ഞാൻ പണ്ടൊക്കെ കുറേ വായിക്കുമായിരുന്നു, അത് ലൈബ്രറിയിലൊക്കെ എടുത്ത് വായിച്ച് തിരിച്ച് വയ്ക്കുന്ന അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന കുറച്ച് ബുക്കുകൾ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടാണ് വിചാരിച്ചു. അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് ബുക്സ് ഞാൻ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. സോ ബയോ. ഈ ബുക്ക് ഉണ്ടോ? ഈ ബുക്ക് ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കാണ്. ഇത് ഡോക്ടർ ബി ഉമാദത്തൻ്റെ കപാലം എന്ന് പറഞ്ഞ ബുക്കാണ്. കപാലം മീൻസ് സ്കൾ, നമ്മുടെ തലയോട്ടിയാണ് കപാലം. ഇത് പുള്ളി ഒരു സർജനായിരുന്നു. അപ്പോൾ പുള്ളി രണ്ട് ആൾക്കാരുണ്ട്, ഹരിയും ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവർ രണ്ടുപേരാണ് മെയിൻ ക്യാരക്ടേഴ്സ്. ഒരാൾ പോലീസിലാണ്, ഒരാൾ ഫോറൻസിക് സർജനാണ്. അപ്പോൾ ഇവർ ഓരോ കേസുകളും എങ്ങനെ തെളിയിക്കുന്നു എന്നുള്ള രീതിയിലാണ്. കുറേ പല കേസ്, 15 കേസുകളുണ്ട്. അപ്പം അത് ഭയങ്കര കുറ്റാന്വേഷിച്ച് അങ്ങനെ ഭയങ്കര ഇതല്ല, ഫോറൻസിക് രീതിയിൽ ഉള്ള രീതിയിലുള്ള കേസ് അന്വേഷണമാണ്. അപ്പോൾ ഓരോ ശവങ്ങൾ കണ്ടു കഴിയുമ്പോൾ അതിൽ നിന്ന് അവർ അത് ഓട്ടോപ്സി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിഗമനത്തിലെത്തി ആരാണ് കൊന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് മരിച്ചതൊക്കെ കണ്ടുപിടിക്കുന്നതാണ്. ചിലത് കൊലപാതകങ്ങൾ, ചിലത് അല്ലാണ്ട് അങ്ങനെയൊക്കെ ഇവരിത് കണ്ടുപിടിക്കുന്നുണ്ട്. 15 സ്റ്റോറീസ് ഉണ്ട്. അത്യാവശ്യം നല്ല ബുക്കാണ്. അത്യാവശ്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ബുക്ക്. ശരിക്കും വായിച്ചു തരാൻ പറ്റില്ല, ഇപ്പം ഇച്ചിരി മടി പിടിച്ചിരിക്കുന്നത് കാരണം ഞാൻ കുറച്ച് സ്ലോ വെച്ചിട്ടാണ് വായിക്കുന്നത്, അതുകൊണ്ടാണ് തീരാത്തത്. പഴയതൊക്കെ ഒറ്റടിപ്പിൽ ഒരു ദിവസം ഉണ്ടാക്കിയ ബുക്ക്, ഒരു ദിവസം വേണ്ടായി കുറച്ച് മണിക്കൂറുകൾ നേരെ ഈ ബുക്ക് തീർക്കുന്നതാണ്. സോ നല്ലതാണ്. ഇതിൻ്റെ തന്നെ ഫസ്റ്റത്തെ ഒരു ഉണ്ട്, ഇത് സെക്കൻഡ് പാർട്ടാണ്. സംബന്ധം ഇഷ്ടപ്പെട്ടവർക്ക്, ടൈമൊക്കെ ഇഷ്ടപ്പെട്ടവർക്ക് വായിക്കാം കേട്ടോ. എനിക്ക് സ്റ്റോറീസ്, നോവൽസ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ജോണേഴ്സ് ഓഫ് കോഴ്സ് ത്രില്ലേഴ്സാണ്. എനിക്കാണ് ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ ത്രില്ലേഴ്സാണ്. ത്രില്ലേഴ്സും ലവ് സ്റ്റോറീസാണ് കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം. എനിക്ക് ഒരിടയ്ക്ക് ലവ് സ്റ്റോറീസ് തീരെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് കുറച്ച് അതിനോട് ഇൻട്രസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ത്രില്ലേഴ്സ് വായിക്കാനായിട്ടാണ്. എന്താണെന്നറിയില്ല, അത് നമുക്ക് ഭയങ്കര എല്ലാവർക്കും ഓൾമോസ്റ്റ് ആൾക്കാർക്ക് ഇഷ്ടമാണ്. നമുക്കൊരു സിനിമ കാണുമ്പോഴാണെങ്കിലും അതുപോലെ തന്നെ ബുക്ക് വായിക്കുമ്പോഴാണെങ്കിലും അങ്ങനെ ഞാൻ വായിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഹൊററാണ് നമ്മുടെ കറുത്തച്ഛൻ. അടിപൊളി ബുക്കാണ്. എന്നോട് ഉണ്ടായിരുന്നു, അതിപ്പോൾ ഞാൻ ആർക്കും വായിക്കാൻ കൊടുത്തിട്ട് എനിക്ക് റിട്ടേൺ കിട്ടിയിട്ടില്ല. ഞാൻ മസ്റ്റായിട്ട് നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നൊരു ബുക്കാണ്. ഉറപ്പായിട്ട് നിങ്ങളത് വായിച്ച് നോക്കുക, എനിക്ക് ഇഷ്ടപ്പെടും. എനിക്കത് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് ഭയങ്കര ഹൊററും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ പറയുന്നൊരു ബുക്കാണ് ഓജോ ബോർഡ്, നമ്മുടെ റാം കെയർ ഓഫ് ആനന്ദൊക്കെ എഴുതിയാറില്ലേ, ആളുടെ ബുക്ക്. ഓജോ ബോർഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് എൻ്റെ ഉണ്ടായിരുന്ന ബുക്ക്, അതും പക്ഷെ ഇപ്പം അത് വായിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം ഓജോ ബോർഡ് ഇല്ല, അത് വായിക്കാൻ കൊണ്ടുപോയിക്കാം. അപ്പോൾ ഓജോ ബോർഡിൻ്റെ കാര്യം പറയുമ്പോഴത്തേനും അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, നമുക്ക് ഭയങ്കരമായിട്ട് അതിനകത്തേക്ക് ഉണ്ടാവും. പക്ഷെ എനിക്ക് അതിനകത്തൊരു പോരായ്മ എന്ന് പറയുന്നത് നമ്മൾ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴത്തേനും, അതായത് നമുക്ക് സിനിമയിലൊക്കെ കാണുന്ന ഒരു സെറ്റപ്പില്ല, സിനിമയിലൊക്കെ നടക്കത്തുള്ളൂ. നമുക്ക് റിയലായിട്ടൊരു നോവലിലോ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കുറച്ച് റിയലായിട്ടുള്ള രീതിയിലോ അത്രയും ഇതായിട്ട് നടക്കത്തില്ല. ആ ഒരു പോർഷൻസ് കുറച്ചൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അടിപൊളിയാണ്. ആ ക്ലൈമാക്സിൻ്റെ കുറച്ച് എനിക്ക് അത്ര വർക്കായില്ല.
അത് വെച്ച് കഴിഞ്ഞാൽ അതൊരു സിനിമയൊക്കെ ആണെങ്കിൽ അവയ്ക്ക് കുറച്ചൊരു വർക്കാവുമായിരിക്കും. പക്ഷേ ആസ് എ റീഡർ അല്ലെങ്കിൽ ഒരു ബുക്ക് എന്ന നിലയിൽ എനിക്ക് ആ ഒരു പോർഷൻ മാത്രം വർക്കായില്ല. ബാക്കിയായിട്ട് തുടക്കവും അതിൻ്റെ ബാക്കി പോർഷൻസൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് എൻഗേജിങ് ആണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബുക്കാണ്. പിന്നെ അഖിൽ പി ധർമ്മജൻ്റെ ഓൾമോസ്റ്റ് എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ മെർക്കുറി ഐലൻഡ്, അതിന് രണ്ടഭിപ്രായമായിരിക്കും. കുറേ പേർക്ക് അതങ്ങനെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. അത് നമ്മൾ ഈ നിധിയൊക്കെ തേടി പോകുന്ന രീതിയിലല്ലേ, അതുപോലത്തെ ഒരു നമ്മൾ ഈ ഇംഗ്ലീഷ് മൂവിയൊക്കെ കാണുന്നില്ല, കുറേ കടമ്പകളൊക്കെ കടന്നാണ് ഇതൊക്കെ രക്ഷപ്പെട്ട് നമ്മൾ ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തുന്നത്. അങ്ങനത്തെ ഒരു ടൈപ്പ് മൂവിയല്ല സ്റ്റോറിയാണ്. എനിക്കത് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ വായിക്കുമ്പോൾ നമ്മളിതിനെക്കുറിച്ച് ഇങ്ങനെ നമ്മുടെ മൈൻഡിൽ കൂടെ അതിൻ്റെ വിഷ്വൽസൊക്കെ വരുമല്ലോ. അപ്പോൾ എനിക്ക് അത് വിഷ്വൽ ഉണ്ട് അങ്ങനത്തെ രീതിയിലൊക്കെ ഉള്ളത് വായിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. സോ ഞാൻ സത്യം പറഞ്ഞാൽ പണ്ട് എനിക്ക് വായനയെക്കുറിച്ച് അത്ര വലിയ ഇതില്ലാത്തതുകൊണ്ട് ഞാൻ ഭയങ്കര ജോണേഴ്സ് ഒന്നും ട്രൈ ചെയ്തിട്ടില്ല. എനിക്ക് കിട്ടുന്ന ബുക്ക് വായിക്കുമായിരുന്നു. നമുക്ക് ഡ്രാക്കുള അങ്ങനെയൊക്കെ ഉള്ള നോർമൽ ബുക്കുകളില്ലേ, അതൊക്കെ വായിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഞാൻ പിന്നെ കുറച്ചുകൂടി അന്വേഷിച്ചത് വായിക്കാനൊക്കെ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഓരോന്ന് കഴിയുമ്പോൾ ഞാൻ ഓരോന്നിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ പറയാം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് മെർക്കുറി ഐലൻഡ്. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഞാൻ പറയത്തില്ല. പക്ഷേ അതിങ്ങനെ ഓരോ തരണങ്ങളൊക്കെ ചെയ്ത് ഒരു ഡെസ്റ്റിനേഷനിൽ എത്തുന്ന എനിക്ക് രസമാണ്, അങ്ങനത്തെയൊക്കെ ഇഷ്ടമുള്ളവർക്ക്. പിന്നെ ആളുടെ അർദ്ധരാത്രി 12 മണിക്ക് ശേഷം ഓഫ് കോഴ്സ് അതും നല്ലൊരു ബുക്കാണ്. അത് ഈ നമ്മുടെ ഈ കൂട് വിട്ട് കുടുംബാറെന്നൊക്കെ പറഞ്ഞത് നമ്മുടെ ഓരോരുത്തരുടെ മനുഷ്യനിലേക്ക് മാറുന്ന സെറ്റപ്പൊക്കെ അല്ലേ, അതെനിക്ക് ഇഷ്ടമായെന്ന് വെച്ചാൽ എനിക്കിഷ്ടമായി. പക്ഷേ ഭയങ്കര ഇഷ്ടമായെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കങ്ങനെ ഭയങ്കര എന്തായാലും എന്തൊക്കെയൊരു ചെറിയൊരു ഇതെനിക്ക് തോന്നി. പക്ഷേ സംഭവം കൊള്ളാം, എനിക്ക് ഇഷ്ടമാണ് അങ്ങനത്തെ ജോണറോ. പിന്നെ ആളുടെ റാം കെയർ ഓഫ് ആനന്ദി ഓഫ് കോഴ്സ് അത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു നമ്മുടെ യൂത്തിൻ്റെ ഇടയ്ക്ക്. റാം കെയർ ഓഫ് ആനന്ദി എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ എല്ലാവരും ഇതുപോലെ തന്നെ അതിൻ്റെ ക്ലൈമാക്സ് കുറച്ചും കൂടി അവർ ഒരുമിക്കുന്ന രീതിയിലാണ് നമുക്ക് പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ള വായനക്കാർക്ക് അത് കുറച്ചുകൂടി സന്തോഷമാണ്. പക്ഷെ കുഴപ്പമില്ല, അത് ഓരോരുത്തരുടെ രീതിയാണുള്ളത്. ഇപ്പോൾ നമുക്കൊരു വിങ്ങലായിട്ട് മനസ്സിൽ കിടക്കുമല്ലോ. സോ ഞാൻ എല്ലാ ബുക്കും കാണിക്കുന്നില്ല, ഞാൻ കുറച്ച് ബുക്കുകൾ മാത്രമായിട്ടോ കാണിക്കുന്നത്. അത് തുടങ്ങുമ്പോഴത്തേനും എനിക്ക് ആദ്യം ഈ ഒരു ബുക്കിൽ നിന്ന് തുടങ്ങാനായിട്ടാണ് എനിക്ക് തോന്നിയത്. ചേതൻ ഭഗത്തിൻ്റെ ബുക്കാണ് 105-ാം മുറിയിലെ പെൺകുട്ടി എന്ന് പറഞ്ഞിട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ത്രില്ലറാണ്. ചേതൻ ഭഗത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഓഫ് കോഴ്സ് അറിയായിരിക്കും. പുള്ളിയുടെ ഒരുപാട് ഫേമസ് ബുക്സ് ഉണ്ട്. അത് ഹിന്ദി മൂവീസായിട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. ഹാഫ് ഗേൾ ഫ്രണ്ട്, അതുപോലെ തന്നെ 2 സ്റ്റേറ്റ്, ഇതൊക്കെ പുള്ളിയുടെ ബുക്സാണ്. പിന്നെ പുള്ളിയുടെ ഞാൻ വായിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് നമ്മുടെ 1 ഇന്ത്യൻ ഗേൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് എനിക്കറിയില്ല. പക്ഷെ അസ് ഒരു മെയിലായിട്ട് ഒരു ആണായിട്ടൊരു വ്യക്തി ഒരു പെണ്ണിനെക്കുറിച്ച് ഇത്ര ഭംഗിയായിട്ട് എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതൊരു അടിപൊളിയാണ്. കാരണം എല്ലാവർക്കും ആ രീതിയിൽ ചിന്തിക്കാൻ പറ്റണമെന്നില്ല. അതൊരു നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇന്നത്തെ കാലത്ത് പഴയ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് മിക്കവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പെണ്ണിൻ്റെ സ്റ്റോറിയാണ്. സംഭവം എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് എവിടേക്കോ നമ്മൾ തന്നെയല്ല, നമ്മുടെ ഇപ്പോഴത്തെ ഒരു ചിന്താഗതി, ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് നമുക്കത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. ആ ഒരു കഥാപാത്രത്തോട് നമുക്ക് ഭയങ്കര കണക്റ്റ് ആവും. അങ്ങനെ എനിക്ക് ആളെ ഭയങ്കര ഇഷ്ടമാണ് ചേതൻ ഭഗത്തിന്. പിന്നെ ഈ ബുക്കിൻ്റെ സ്റ്റോറി പറയുവാണെങ്കിൽ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴത്തേനും എനിക്ക് ഇതിൽ ആദ്യമായിട്ട് വാങ്ങിച്ചു തന്നൊരു ബുക്കാണിത്. കല്യാണം കഴിഞ്ഞ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ആയപ്പോൾ എൻ്റെ ഫോൺ പോയി. അപ്പം നമുക്ക് വീട്ടിൽ ജോലിക്കോ കാര്യങ്ങളൊന്നും പോകുന്നില്ല. അപ്പോൾ വീട്ടിൽ ചുമ്മാ ഇരുന്ന് ബോറടിച്ചിരുന്നപ്പോൾ ഫോൺ എടുക്കാനായിട്ട് കുറച്ച് ഡിലേ ആയി. അപ്പോൾ ആ സമയത്ത് എനിക്ക് ടൈം പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ആദ്യമായിട്ട് വാങ്ങിച്ചത് ബുക്കാണിത്. അപ്പോൾ എനിക്ക് ഓൾറെഡി അറിയാം, എനിക്ക് ത്രില്ലേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇതൊരു ത്രില്ലറായിരുന്നു. ഇതൊരു ത്രില്ലറാണ്. ഒരു കാമുകിയും അവർ ഭയങ്കര റിലേഷനായിരുന്നു. പക്ഷെ അവർ ബ്രേക്കപ്പായി. കാമുകി മരിച്ചു. കുറേ കഴിഞ്ഞിട്ട് കാമുകി മരിച്ചു പോവാണ്. അപ്പോൾ കാമുകൻ
കാമുകിനെ എങ്ങനെയാണ് മരിച്ചതെന്ന് അന്വേഷിച്ച് വരുന്നതാണ് ഇതിൻ്റെ സ്റ്റോറി. നല്ലൊരു ബുക്കാണ്, എനിക്കിഷ്ടപ്പെട്ടൊരു ബുക്കാണ്. അടുത്തൊരു ക്ലാസിക് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ മൂവീസിലൊക്കെ, അതുപോലത്തെ ഒരു ക്ലാസിക് ബുക്കാണ് മലയാറ്റൂരിൻ്റെ യക്ഷി എന്ന് പറഞ്ഞിട്ട്. ഇതൊരു നല്ലൊരു ബുക്കാട്ടോ. യക്ഷിയിൽ നമ്മുടെ കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ മാറ്റുന്നൊരു ബുക്കാണ്. അത് മാറ്റുന്നത് വെച്ചാൽ ഒരു നല്ല ബുക്ക്. നമ്മുടെ ഈ പഴയ ഒരു സിനിമയെ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ ഒരു ഇതില്ല, നമ്മുടെ ഭാർഗവി നിലയം ആ ഒരു ടൈമിനൊക്കെ നമ്മൾ കാണുന്ന ഒരു സിനിമയില്ലേ, ആ ഒരു സിനിമ കാണുന്ന ഒരു പ്രതിയിലേക്കായിരിക്കും നമുക്ക് ഇത് വായിക്കുമ്പോൾ കിട്ടുന്നത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു ഇത് KR മീരയുടെ എല്ലാവിധ പ്രണയം എന്ന് പറഞ്ഞിട്ട്. KR മീര നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ആരാച്ചാർ എന്ന് പറഞ്ഞിട്ടൊരു അടിപൊളി ബുക്ക് എഴുതിയ ഒരു വ്യക്തിയാണ് KR മീര. പക്ഷേ അത് ഞാൻ ആരാച്ചാറിലേക്ക് ഒന്ന് പോയിട്ട് തിരിച്ചത്. ആരാച്ചാർ എന്തെങ്കിലും ഉണ്ടായിരുന്നു, അതും ആർക്കും വായിക്കാൻ കൊടുത്തു. അപ്പോൾ ആരാച്ചാർ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും നമുക്ക് എല്ലാവർക്കും അറിയാം കുറേ അവാർഡ്സും കാര്യങ്ങളൊക്കെ കിട്ടിയ ബുക്കാണ്. അപ്പം അതിനകത്ത് എനിക്ക് ബുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര വലിയ ബുക്കാണ്. അപ്പം നമ്മൾ വായിച്ചു, ഞാൻ സത്യം പറഞ്ഞാൽ അതൊരു 1 മാസം 2 മാസം കണ്ടെടുത്തിട്ടാണ് വായിച്ചു തീർത്തത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ആ സമയത്ത് വായനയോട് സ്റ്റാർട്ട് ചെയ്യുന്നൊരു സമയമാണ്. അപ്പോൾ കുറച്ച് വായിച്ച് കഴിയുമ്പോഴത്തേനും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കഴിഞ്ഞാൽ പുള്ളിക്കാരുടെ ചിന്ത പോകുന്നതൊന്ന് ആലോചിച്ച് നോക്കുന്നുണ്ട്. അതാണ് മെയിനായിട്ട് ആലോചിച്ചത്. പുള്ളിക്കാരി ഒരു പ്രസൻറ്റിൽ നടക്കുന്ന ഒരു സ്റ്റോറി, ഒരു ആരാച്ചറായിട്ടുള്ളൊരു വ്യക്തി, അയാളുടെ കുടുംബം, അയാളുടെ മോള് ഇതുപോലെ എൻ്റെ അച്ഛന് പകരം ആരാച്ചറായിട്ട് പോവാണ്. അപ്പോൾ മോൾക്ക് ഇവർക്ക് ഇത് എന്താ പറയണേ, ഇത് കാണിക്കാനായിട്ട് കുറേ പത്രപ്രവർത്തകരും മാധ്യമപ്രവർത്തകരൊക്കെ വരുന്ന ഒരു പുള്ളി വരുന്നുണ്ട്. അപ്പോൾ ആ പുള്ളി ഇവരുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന ഓരോ സംഭവങ്ങളാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ചെറിയൊരു പ്രണയം പോലത്തെ സെറ്റപ്പ് ഒരു വഴി പോകുന്നുണ്ട്. എന്നാൽ പുള്ളി പ്രണയമാണോ അതോ പുള്ളിക്ക് ഒറിജിനലി പ്രണയമാണോ അതോ എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടിയാണോ എന്നുള്ളൊരു സെറ്റപ്പ് പോകുന്നുണ്ട്. ആ ഒരു പോർഷൻ എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് കുറച്ചുകൂടി അവരുടെ റിലേഷൻസ് വായിക്കാനായിട്ടാണ് എനിക്ക് കുറച്ചുകൂടി കൂടുതൽ ഇൻട്രസ്റ്റ്. അതാണ് കഥയുടെ ഒരു ഇതിവൃത്തമായിട്ട് പോകുന്നത്. പക്ഷേ പുള്ളിക്കാരി നമ്മൾ ഈ സിനിമയെ കാണുന്ന പോലെ ചെറിയൊരു പോർഷൻ അവരുടെ പ്രസൻറ്റ് ലൈഫ് പറഞ്ഞിട്ട് പിന്നെ പാസ്റ്റിലെ കുറേ കഥകളാണ് അതിനകത്ത് പോകുന്നത്. അതിനകത്ത് മിക്കതും പാസ്റ്റിൽ ഓരോരുത്തർ സ്റ്റോറി വെച്ചിട്ടാണ് ആയിട്ട് പോകുന്നത്. ഇവരുടെ കഥ അതിനിടയിൽ കൂടി സൈഡിൽ കൂടെ പോകുന്നതേ ഉള്ളൂ. അപ്പം അവസാനം ക്ലൈമാക്സ് നമ്മളിട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ക്ലൈമാക്സ് ആയിരുന്നു. അപ്പോൾ ആ പുള്ളിക്കാരി അത്രയും ചിന്തിച്ച് ആ ഒരു ഇതിൻ്റെ ഇടയിൽ കൂടി പഴയ ഓരോ സംഭവങ്ങൾ എഴുതി വെച്ചത് ഞാൻ അത്ഭുതകരമായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട് കേട്ടോ. കാര്യം അതൊരാളെ ഒരു ചിന്തിച്ചങ്ങനെ എഴുതാൻ മറന്നു പോയിട്ട് എഴുതാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക. അത് ഞാൻ അവരെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു കാര്യം കേട്ടോ. എനിക്ക് ഭയങ്കര ഇൻസ്പയർ ആയ കാര്യമാണ്. പക്ഷേ എനിക്ക് കൂടുതലും ഇവരുടെ ഒരു ട്രാക്കാണ് ഇഷ്ടപ്പെട്ടത് കൊണ്ട് എനിക്കത് വായിക്കാൻ ഭയങ്കര മടിക്കുമായിരുന്നു. അത് വേറെ കാര്യം. പിന്നെ അത് കഴിഞ്ഞിട്ട് അവരെ ഞാൻ അടുത്ത് വായിച്ചത് ഈ ഒരു ഇതാണ്. ഭയങ്കര സിമ്പിൾ ബുക്കാണ്, പക്ഷെ ഒരു അടിപൊളി ലവ് സ്റ്റോറിയാണ്. നമുക്ക് ഭയങ്കര കണക്റ്റ് ആവുന്നില്ല, നമുക്ക് ഭയങ്കര ഫീൽ ചെയ്യുന്ന, നമുക്ക് ഭയങ്കര ഒരു എന്നല്ലേ ഒരു നല്ലൊരു ലവ് സ്റ്റോറി. എനിക്ക് പേഴ്സണലി വായിച്ചിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ചെറിയൊരു ബുക്കാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ വായിച്ച് തീരാൻ പറ്റും. പിന്നെ ഇത് 100 സിംഹാസനങ്ങൾ എന്ന് പറഞ്ഞ ജയമോഹൻ്റെ ഒരു ബുക്കാണ്. ഇതെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തത്, അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഒരു പ്രഷ്യസ് ബുക്കാണ്. സോ ഇതൊരു കുഞ്ഞു ബുക്കാണ്. ഇതിനകത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ജാതിയുടെ ഒരു സംഭവങ്ങളുണ്ടല്ലോ, അതായത് താഴ്ന്ന ജാതിയിൽ നിന്ന് ഒരാൾ വന്നിട്ട് വലിയൊരു പൊസിഷനിലെത്തും. പക്ഷെ പുള്ളിക്കാരൻ്റെ ജാതി വെച്ചിട്ട് പുള്ളിയുടെ പൊസിഷനൊക്കെ ആൾക്കാർ ജാതിയിൽ വെച്ചിട്ട് പുള്ളിക്കൊരു റെസ്പെക്റ്റ് കാര്യങ്ങളൊന്നും കൊടുക്കല്ല. അതുപോലെ തന്നെ പുള്ളിയുടെ അമ്മ കുറച്ച് മെൻ്റൽ ഇഷ്യൂ ഉള്ള കുറച്ച് താഴ്ന്ന ജാതിയിൽ തന്നെ പറയാൻ പറ്റില്ല, ഈ ഭിക്ഷാടനമൊക്കെ നടത്തുന്ന പോലത്തെ ഒരു ഇതായിരിക്കും. അപ്പോൾ പുള്ളി ഇപ്പോൾ ഒരു നല്ല പൊസിഷനിലെത്തിയിട്ട് പുള്ളിയുടെ ആ ഒരു കാസ്റ്റിൻ്റെ ഒരു ഇതും അതുപോലെ തന്നെ അമ്മയുടെ ഒരു പ്രശ്നങ്ങളും ഇതൊക്കെ വെച്ചിട്ട് പുള്ളി അനുഭവിക്കുന്ന കുറച്ച് മാനസിക സംഭവങ്ങളൊക്കെയാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് എനിക്കറിയില്ല, പക്ഷെ നല്ലൊരു ബുക്കാണ്, എനിക്കിഷ്ടപ്പെട്ടു. ഇനിയുള്ളൊരു ബുക്കാണ് ഈ കാണുന്ന 4-5 ചെറുപ്പക്കാർ. GR ഇന്ദുഗോപൻ്റെ ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് ഏത് ഇതാണുള്ളത്. ഇത് നമ്മുടെ ബേസിൽ ജോസഫ് പൊന്മാൻ മൂവിയുടെ ബുക്കാണ്. ബേസിൽ ജോസഫ് പറഞ്ഞിട്ടുണ്ട് ഈ ബുക്ക് കുറേ വായിച്ചിട്ടാണ് പുള്ളിക്ക്
ഈ സിനിമയിലേക്ക് ഇത്രയും ഭയങ്കരമായിട്ട് അഭിനയിക്കാൻ പറ്റിയെന്നൊക്കെ. സോ നിങ്ങൾക്ക് ഇതും നല്ലൊരു ഓപ്ഷനാണ്. നമ്മൾ എന്തായാലും സിനിമ കണ്ടാണ്, പക്ഷെ എന്നാലും നമുക്ക് ഇഷ്ടപ്പെടും. അപ്പം ഇതൊരു ബുക്കാണ്. പിന്നെ ഇത് ഞാനിപ്പോൾ ന്യൂലി വാങ്ങിച്ചതാണ്, പക്ഷെ ഇപ്പം ഞാൻ എൻ്റെ എന്താ പറയുക വായനാശീലം കുറച്ച് പതിയായി. കാരണം ഞാനിപ്പോൾ ഈ കപാലത്തിലാണ് ഇപ്പം നിന്നുകൊണ്ടിരിക്കുന്നത്. ഇനി കുറച്ച് ഇത്രയും കൂടി പേജ് വായിച്ച് തീർക്കാറുണ്ട്. സോ ഞാൻ അതുകൊണ്ട് ഇതിലേക്ക് എടുത്തില്ല. പക്ഷെ എനിക്ക് ഇത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോടിൻ്റെ രണ്ടാമതിപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്തെങ്കിലും ഉണ്ടായിരുന്നു. അത് ആരോ കൊണ്ടുപോയി. സത്യം പറഞ്ഞാൽ അതെനിക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഭയങ്കര ഒരു ആഗ്രഹത്തോടെ വാങ്ങിച്ചു, പക്ഷെ എൻ്റെ മടി കാരണം എനിക്കത് വായിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇതും ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. രണ്ടും എനിക്ക് അടുത്ത് തന്നെ വായിച്ചു തീർക്കണം. പിന്നെ ഞാൻ ഇത് കഴിഞ്ഞ ദിവസം പോയി വാങ്ങിച്ച ഹൈഡ്രാഞ്ചിയ എന്ന് പറഞ്ഞിട്ട് ലാജോ ജോസിൻ്റെ. പുള്ളിനെ എനിക്ക് ഇപ്പോഴായിട്ട് കുറച്ച് ഇഷ്ടമാണ് കേട്ടോ. ലാജോ ജോസ് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് വായനക്കാർക്ക് മനസ്സിലാവുമായിരിക്കും, അല്ലാത്തവർക്ക് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. പക്ഷെ എന്നാലും ഞാൻ പറയാം, പുള്ളി എഴുതിയ രചന നിർവഹിച്ച സിനിമയാണ് നമ്മുടെ ബൊഗെയിൻവില്ല. പുള്ളിയുടെ തന്നെ റൂത്തിൻ്റെ ലോകം എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്. ആ ബുക്ക് റിലേറ്റഡ് ആയിട്ടാണ് ബൊഗെയിൻവില്ല വന്നേക്കുന്നത്. പുള്ളിയുടെ ഞാനൊരു കോഫി ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് വായിച്ചായിരുന്നു. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അതാണ് ഞാൻ പുള്ളിയുടെ ഫസ്റ്റ് വായിക്കുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നിയായിരുന്നു. എനിക്ക് ഭയങ്കര ത്വരയായിരുന്നു. നമ്മൾ ഫസ്റ്റ് ദിവസം വായിച്ചിട്ട് എനിക്ക് രാത്രി തീർക്കാൻ പറ്റില്ല. ഓഫീസിൽ പോയിട്ട് പിന്നെ എത്രയും പെട്ടെന്ന് വന്ന് വായിക്കാമെന്ന് വിചാരിച്ചിട്ട് തിരിച്ചു വയസ്സിൽ വന്നപ്പോൾ തന്നെ വായിച്ചു തീർത്ത ഒരു ബുക്കാണ് പുള്ളിയുടെ കോഫി ഹൗസ്. എനിക്ക് പേഴ്സണലി എനിക്ക് അങ്ങനത്തെ ത്രില്ലേഴ്സൊക്കെ ഇഷ്ടമായതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കത് ഇഷ്ടപ്പെട്ടു. നമ്മളപ്പോൾ ലാസ്റ്റ് വില്ലൻ എങ്ങനെയാണ് ഇതെന്തൊക്കെ അറിയാനായിട്ടുള്ള സെറ്റപ്പ് ഉണ്ടല്ലോ അങ്ങനെ. അപ്പം അത് എനിക്ക് പിള്ളേർ ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞപ്പോഴാണ് പിള്ളേർ കൂത്തിൻ്റെ ലോഗോ ഇതിൻ്റെ ഇതൊക്കെ പറഞ്ഞത്. അങ്ങനെ ഇതിൻ്റെ ഫസ്റ്റ് ഇതാണ് ഹൈഡ്രാഞ്ചിയ എന്ന് പറയുന്നത്. ഹൈഡ്രാഞ്ചിയ ഇത് ഒരു ത്രില്ലറാണ്, പക്ഷേ വായിച്ചു തുടങ്ങിയിട്ടില്ല. 330 റുപ്പീസാണ് റേറ്റ് വരുന്നത്. സോ വായിച്ചിട്ട് ഞാൻ അതിൻ്റെ അഭിപ്രായം പറയാം. പിന്നെ മാധവിക്കുട്ടിയുടെ നേർപ്പാന്തളം, പൂത്തകാലം, ഖദീജ, ഇത് പേരയ്ക്ക് ഭയങ്കര ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടതാണ്. ഇത് ഞാൻ കുറച്ച് വായിച്ചു, പക്ഷേ സത്യം പറയാലോ എനിക്ക് കുറച്ച് വായിച്ചപ്പോൾ എനിക്ക് ഒരു ലവ് സ്റ്റോറി, ഒരു വിഷമ ലവ് സ്റ്റോറിയുടെ ഒക്കെ ഒരു തുടക്കം പോലെ തോന്നിയത് കാരണം ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല. കുറച്ച് വായിച്ചിട്ട് വെച്ചോളൂ, അതൊരു വായിക്കണം. പിന്നെ ഓഡിയോ പെർഫെക്റ്റ്സ് എന്നാണ് ഇംഗ്ലീഷ് ബുക്ക് ഞാൻ സത്യം പറഞ്ഞാൽ വായന വളരെ കുറവാണ്. ഞാൻ ഈ ലേറ്റസ്റ്റ് വായിച്ചത് ഈ 1 ഇൻഡുകളാണ് ഇംഗ്ലീഷ് ബുക്ക് വായിച്ചിരിക്കുന്നത് ലേറ്റസ്റ്റ് ആയിട്ട്. ഞാൻ ഇതൊക്കെ വായിക്കുന്നത് വളരെ കുറവാണ്. പിന്നെ പൗലോ കൊയ്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ആൽക്കമിസ്റ്റ് വകേണ്ട ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഇതാണ്. ഞാൻ വേറൊന്നും അങ്ങനെ വായിച്ചില്ല, പക്ഷേ ആൽക്കമിസ്റ്റ് വായിച്ച് ഞാൻ കോളേജിൽ പഠിച്ച സമയത്ത് വായിച്ചായിരുന്നു. എൻ്റെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു. സോ അത് വെച്ചിട്ട് ഇൻസ്പയർ ആയിട്ട് ഞാൻ വായിച്ചൊരു ബുക്കാണ് 11 മിനിറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇതെല്ലാവർക്കും ദഹിക്കണമെന്ന് എനിക്കില്ല. ഇതൊരു പ്രോസ്റ്റിറ്റ്യൂട്ട് പോലത്തെ ഒരു പുള്ളിക്കാരിയുടെ, പ്രോസ്റ്റിറ്റ്യൂട്ടല്ല, ഒരു സാധാരണ പുള്ളിക്കാരി പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ട് അതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു കഥയാണ്. ഞാൻ പണ്ട് വായിച്ചതാണ്. വായിക്കാൻ കുഴപ്പമില്ല, പക്ഷെ എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. സോ മെയിനായിട്ട് ഇത്രയും പുസ്തകങ്ങളൊക്കെ ഉള്ളൂ. ബാക്കി കരണ്ടൊക്കെ കൊണ്ടുപോയി എവിടെ കണ്ടൊക്കെയുണ്ട്. എന്തായാലും ഞാൻ ഓരോന്ന് വായിച്ചിട്ട് അതിനെക്കുറിച്ച് റിവ്യൂ പറയുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ അത്രയേ ഉള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ബുക്ക് ആർക്കെങ്കിലും തരാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ഞാൻ സ്വീകരിക്കുന്നതായിരിക്കും. സോ ഈ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ ബൈ.